ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം വിശുദ്ധ സഭായോഗമായി ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്ന് വന്നിരിക്കുകയാണ്. കഴിയുന്നത്രയും എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കൊയർ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നമ്മുടെ ഹൃദയ നിലങ്ങൾ വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ, ഒരുങ്ങപ്പെടുവാൻ, പ്രാർത്ഥനയ്ക്കായിട്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ എന്നുള്ള പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോടും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോടും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി
അൻപുള്ള ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം നിന്റെ മക്കളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ പാദപീഠെ ചേർന്ന് വരുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ജീവിതത്തിൽ തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. മരുഭൂ പ്രയാണത്തിൽ അജഗണം പോലെ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ അങ്ങേ സേവിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ വാഴ്ത്തി വണങ്ങുവാൻ കർത്താവെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ സാവകാശങ്ങൾക്കായിട്ട്, അനുഭവങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടെ കർത്താവ് ഞങ്ങളെ കാത്തല്ലോ. സമാധാനത്തോടെ കർത്താവെ വീണ്ടും അങ്ങയുടെ പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഞങ്ങളുടെ നടപ്പും കിടപ്പും കർത്താവ് ശോധന ചെയ്യുന്നു. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കർത്താവ് അറിയുന്നു. ഞങ്ങൾ സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി കിടക്ക വിരിച്ചാൽ നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ അവിടെയും ഉണ്ട് എന്ന് ഞങ്ങൾ വാസ്തവമായിട്ട് അറിയുന്നു. കർത്താവെ, അങ്ങേ ഹല്ലേലൂയ പാടി സ്തുതിക്കുവാൻ, ഹല്ലേലൂയ കർത്താവെ അങ്ങയിൽ സന്തോഷിക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവെ വിശുദ്ധ സഭായോഗമായി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ചേർന്ന് വരുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണം. അവിടുത്തെ ബലം ധരിച്ചവരായി കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് ചേർന്ന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കേണ്ടതിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചായിട്ട്, ഹല്ലേലൂയ കർത്താവെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ കർത്താവ് ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നായിട്ട് അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ ഒന്നിച്ച് അനുഭവിപ്പാൻ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമെന്ന് പറഞ്ഞ് കർത്താവെ പാടി, ഹല്ലേലൂയ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കുമായിട്ട് കർത്താവെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ സഭായോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ പേരുപേരായി ആളാംപ്രതിയായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം ഞങ്ങൾ അനുഭവിപ്പാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചായിട്ട് നടക്കേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ കർത്താവെ, സകലതും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, അമേൻ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം, ചേർന്ന് പാടി ഏകാഗ്രതയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക എന്നുള്ള പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ എല്ലാവരും കരങ്ങളെ തട്ടി ഇടം മറന്ന് പരിസരം മറന്ന് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. അടുത്ത 1.5 മണിക്കൂർ നേരം നാം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാനായി വേർപെട്ടിരിക്കുകയാണ്. എല്ലാ അന്യചിന്തകളും വെടിഞ്ഞ് മൊബൈൽ ഫോണുകളൊക്കെ എല്ലാം ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ പാടി സ്തുതിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ പാടി സന്തോഷിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങൾക്ക് ചേർന്ന് തരുന്ന വലിയ അവസരത്തിനായിട്ട്, ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ. ഈശാന മൂലൻ അടിച്ചുയർന്നു, പടക് തകർന്നെന്ന് തോന്നിയപ്പോൾ നൊടിയിൽ ജയം തന്ന രക്ഷകനെ ഹല്ലേലൂയ പാടി സ്തുതിക്കുവാൻ, പാടി ആർക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ജീവിതത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന, ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം തന്ന് ഓരോ ദിവസവും കർത്താവ് അജഗണം പോലെ ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ ചേർന്ന് പാടി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ, കർത്താവിൻ്റെ മുഖത്തിൻ്റെ ശോഭ കണ്ടുകൊണ്ട് അങ്ങേ പാടി സ്തുതിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും നമുക്ക് ഒന്നിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാം. നന്ദി യേശുവേ. കർത്താവ് ദിവസവും നമ്മളെ നടത്തുന്ന വിശ്വസ്തതയെ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളതിനെ ഓരോ ലൈനുകളും പാടുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുവാൻ അമ്മയുടെ ഉദരം മുതൽ ഇന്ന് വരെ നമ്മളെ നടത്തിയ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകൾ ഒക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ടുകൊണ്ട് അവനെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു.
സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ എന്ന് ചേർന്ന് പാടുവാനായിട്ട്, അങ്ങനെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തി നിൽക്കുവാനായിട്ട്, ആ പാട്ട് തീരാതെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഞാൻ പറയുന്നതിൻ്റെ ആഴം നിങ്ങൾക്കൊന്നും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വാസ്തവമായിട്ട് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ എന്താണെന്നും എവിടെ നിന്നാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നതെന്നും ഒന്ന് മനസ്സിലായി കഴിയുമ്പോൾ, അതിനെ നമ്മുടെ മനസ്സിൽ നമുക്കതിനൊന്ന് കാണുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, ഏത് നിത്യ നരകാഗ്നിയിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നതെന്ന് ഒന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നന്ദി കൊണ്ടുള്ളം നിറയുവാനായിട്ട്, ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി യേശുവേ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ഹല്ലേലൂയ, അത് നിർത്താതെ പാടിക്കൊണ്ടിരിക്കുവാൻ, ഹല്ലേലൂയ, ആഗ്രഹമുണ്ടെങ്കിലും ശുശ്രൂഷകൾ നിർവടിയായിട്ട് നിവൃത്തിയാകണമല്ലോ. അതിനായിട്ട് നമുക്ക് വേദപുസ്തക വായനയ്ക്കായിട്ട് നമ്മൾ കടക്കുവാനായിട്ട് പോവുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് നമ്മൾ പോവുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും സ്തുതികളോടും കൂടി ആയിരിക്കുമ്പോൾ ബൈബിൾ റീഡിങ്ങിനായിട്ട് ബ്രദർ ചെറിയാൻ കുഞ്ഞ് മുന്നോട്ട് കടന്നു വരികയും അതിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും കരങ്ങളിൽ ബൈബിളുള്ളവർ അതെടുക്കുകയും ആ വായിക്കുന്ന ഭാഗം ധ്യാനിക്കുകയും ചെയ്യാം. ബ്രദർ ചെറിയാൻ കുഞ്ഞ് മുന്നോട്ട് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിരുന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിക്കപ്പെടുവാനും ക്രൂശന്മേൽ വെച്ചു ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്നു ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാരും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവ് വിശുദ്ധമെന്നവനുമായി വളർന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിത് വരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. വായിച്ച് കേട്ട അതിമനോഹരമായ വേദഭാഗങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവിക അരുളപ്പാടുകൾ അത് വായിച്ച് കേൾക്കുവാൻ ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിനോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ഞാൻ അവൻ്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, അതൊരു ആൻറ്റി വൈറസ് പോലെ. നമുക്കറിയാം കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഈ വൈറസ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു ആൻറ്റി വൈറസ് ലോഡ് ചെയ്യും എന്ന് പറഞ്ഞതുമാതിരി തിരുവചനം ഒരു ആൻറ്റി വൈറസ് പോലെ നമ്മുടെ ഉള്ളിൽ അതിനെ ലോഡ് ചെയ്യുവാൻ നിൻ്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കും. എന്തിന്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീരേണ്ടത്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മാംസത്തിന്, നമ്മുടെ മജ്ജയ്ക്കൊക്കെ അത് അനുഗ്രഹമായി തീരേണ്ടത്, ദൈവിക തേജസ് നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്നതിനിടയായി തീരേണ്ടതിനായിട്ട് ഈ വചനമൊക്കെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച് കേൾക്കുന്ന ഈ വചനത്തിൽ കൂടി കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. ഈ ഒരാഴ്ചവട്ടം മുഴുവനും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് 5 വിഷയങ്ങളാണ് നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്. നാം ചേർന്ന് സഭയായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ, കോമൺ വിഷയങ്ങൾ നാം എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ,
പലരെ ചേർന്ന് ഒരേ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരം അതിന് മേൽ അനുകൂലമായി കാണുവാൻ, ദൈവഹിതം അതിൽ നിറവേറുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. പ്രധാനമായിട്ട് നാം പ്രാർത്ഥിക്കുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ പാപങ്ങളെ ദൈവം കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിലൂടെ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ദ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ. അത് ലോകത്തെ മുഴുവൻ അറിയിക്കുവാൻ സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സായി, യേശു ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. ആ ഒരു ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസ് ഏറ്റെടുത്തിരിക്കുന്ന കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ലോകമെമ്പാട് നമ്മളാവോളം സകല മനുഷ്യരെയും അത് അറിയിക്കുവാനായിട്ട് നാം ബന്ധപ്പെടുന്നു. കർത്താവിൻ്റെ കൃപ അതിൻ്റെ മേൽ വ്യാപരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ ദൗത്യത്തെ ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റ് പോഷക സംഘടനകളുണ്ട്. സ്കൂൾ ഓഫ് ടൈറനസിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് പ്രാർത്ഥിക്കാം, ദ ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം, ദ ഗേറ്റ് TV-ക്കായിട്ട് പ്രാർത്ഥിക്കാം, ദ ഗേറ്റ് ഹിന്ദി മേഖലകളിലെ ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്നർ സർക്കിളിനായിട്ട് പ്രാർത്ഥിക്കാം, ICPM-നായിട്ട് പ്രാർത്ഥിക്കാം. അനേക മിനിസ്ട്രികൾ നമ്മൾ ഏറ്റെടുത്ത് ഈ ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി കർത്താവ് കാൽവറിയിലൂടെ നമ്മെ വീണ്ടെടുത്ത വലിയ സ്നേഹം ലോകത്തെ അറിയിക്കുവാനായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെ മേലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, ഇന്ത്യയിൽ, കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ നാം ദൈവസഭയായി കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ബൈബിൾ ക്ലാസ്സുകളായിട്ട്, പ്രെയർ സെല്ലുകളായിട്ടൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. അവിടെയെല്ലാം അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട്, കൂടി വരുന്ന ദൈവജനത്തെ ആത്മാവിൽ ബലപ്പെടുത്താൻ, ദൈവ ഉറപ്പിക്കേണ്ടതിനായിട്ട്, പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഇന്നർ സർക്കിളിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, അവരുടെ കുടുംബങ്ങളെ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ, അവരെ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. രോഗങ്ങളിലെ, പ്രയാസങ്ങളിലെ, ഹോസ്പിറ്റലുകളിൽ ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട്, വിടുവിക്കേണ്ടതിനായിട്ട്, സൗഖ്യം പകരേണ്ടതിനായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചിരിക്കുന്നു. അവരെ എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നാം ഒരു ആവശ്യം പോലും പറയാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളങ്ങളെ ആ സമർപ്പണത്തോടെ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന അനേക ആവശ്യങ്ങളുമായിട്ട് നിൽക്കുന്നവരെ ദൈവം കാണുന്നു. അവരുടെ എല്ലാ വിഷയങ്ങളിലും, സമസ്ത വിഷയങ്ങളിലും കർത്താവ് ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മകളാൽ അനേക നന്മകൾ ലഭിച്ചിരിക്കുന്നവർ, വിദ്യാഭ്യാസത്തിൽ, ജോലി മേഖലകളിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഒക്കെ കർത്താവ് അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, എല്ലാ ശുശ്രൂഷകളും നിറപടിയായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും നമുക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നമുക്ക് സഹായിക്കേണ്ടതിനായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾ സമർപ്പിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം. കർത്താവ് അതിൻ്റെ മേൽ തൃക്കരം വയ്ക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പണത്തോടെ ആയിരിക്കാം. മഹത്വത്തിന് പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് ഏക മനസ്സോടെ, ഏക ഹൃദയത്തോട് അങ്ങയുടെ പാദങ്ങളിൽ ചേർന്ന് വന്ന് അങ്ങേ തിരുമുഖത്തേക്ക് നോക്കുവാനും, കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുവാനും, അങ്ങേ സ്തുതിക്കുവാനും, അങ്ങേ മഹത്വപ്പെടുത്തുവാനും നിങ്ങൾക്ക് സഹായിക്കുന്നല്ലോ. ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങളുടെ മേലും അവിടുത്തെ തൃക്കരം വെച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന മറ്റു പല വിഷയങ്ങളുണ്ടല്ലോ, എല്ലാത്തിലും കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ അവിടുന്ന് സഹായിക്കണമേ. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങളായിരിക്കുന്നവരെ വിശേഷാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, സൗഖ്യവും സമാധാനവും വിടുതലും അവിടുന്ന് അയച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ സന്നിധിയിലെ പ്രമോദം അനുഭവിപ്പാൻ കർത്താവ് ഓരോരുത്തരെയും ഇടയാക്കിക്കാട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് ഇടയാക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ
സന്തോഷം അനുഭവിപ്പാൻ ഒക്കെ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുമ്പോൾ തന്നെ ഒരിക്കൽ കൂടി നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശേഷാൽ 99ാമത്തെ സഭായോഗമായിട്ടാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. കഴിഞ്ഞ 99 സഭായോഗങ്ങൾ അനുഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, അവനെ പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവികാലോചനകൾക്ക് ചെവി കൊടുക്കുവാൻ, മഹത്വത്തിന് യോഗ്യനായവനെ ചേർന്ന് നമുക്ക് പാടി സ്തുതിക്കുവാൻ ഒക്കെ കർത്താവ് ഭാഗ്യം തന്നു. എല്ലാത്തിനുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്ത ഞായറാഴ്ചയിൽ 100ാമത്തെ സഭായോഗമായിട്ട് നാം കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത് വരികയാണ്. അതിനുശേഷം ഞാൻ ഇതിനു മുമ്പ് ഓർപ്പിച്ചതുപോലെ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഇന്നർ സർക്കിൾ ചേർന്ന് കൂടി ആലോചിച്ചിരിക്കുന്നത് 100ാമത്തെ സഭായോഗത്തിന് ശേഷം ഈ സഭായോഗം ഓൺലൈനിൽ കൂടി നടന്നു വരുന്ന സഭായോഗം ഒന്ന് ഹോൾഡ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഓഫ്ലൈനിൽ നടക്കുന്ന സഭായോഗങ്ങളിൽ മറ്റുള്ളവർക്കൊക്കെ വന്ന് ചേരുവാനായിട്ടുള്ളൊരവസരവും ആയിത്തീരുമല്ലോ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ സഭായോഗങ്ങൾ സൂം കണക്റ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകും. 100 സഭായോഗം നമുക്കിങ്ങനെ ലഭിച്ചു. ഒത്തിരി പേർക്ക് അതിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. തുടർന്ന് നമ്മളതിനെ അസസ് ചെയ്യുന്നു. അല്ല, ഒത്തിരി പേര് നമ്മളതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും ആ ഒരു ക്രമീകരണം വരുത്തുവാനായിട്ട് ആലോചിക്കാം തീർച്ചയായിട്ടും. എന്നാൽ ഈ 100ാമത്തെ സഭായോഗത്തിൻ്റെ ശേഷമുള്ള സൺഡേയിലെ ഈ സഭായോഗങ്ങൾ ഓൺലൈനിൽ കൂടി കാണത്തില്ല. എന്നാൽ ഓഫ്ലൈനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും അടിമാലിയിലും ബത്തേരിയിലും ഒക്കെ നമ്മുടെ ആരാധനകൾ നടക്കുന്ന എല്ലായിടത്തും വിശുദ്ധ തിരുമേശയോടുകൂടി സഭായോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അവിടെയെല്ലാം ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം തിരുവചനത്തിൻ്റെ ചിന്തയിലേക്ക് വരുവാനായിട്ട് പോവുകയാണ്. നാം ഇന്ന് തിരുവചന ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിലേക്ക് വരാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കാൽ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദ ഭാഗമാണ് ഞാൻ നിങ്ങളെ ഈ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ ഈ വാക്യത്തിൽ കൂടിയ 2 കാര്യങ്ങളാണ് നമുക്ക് വാസ്തവമായിട്ട് ഇന്ന് ചിന്തിക്കുവാനുള്ളത്. ഒന്ന്, അതിൻ്റെ 7ാമത്തെ വാക്യം. 2, 8ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ. 7ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. അനുഗ്രഹീതമായ ഒരു വാക്യമാണ് ഈ 7ാമത്തെ വാക്യം. അതുപോലെ തന്നെ തുടർന്ന് അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സകലവും അവനെ കാൽ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഈ 2 വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കേണ്ടുന്നത്. നമ്മുടെ തുറന്നോസിൻ്റെ പാഠശാല, സ്കൂൾ ഓഫ് ടൈറന്നസ് എന്ന് പറയുന്ന സാറ്റർഡേയിലെ ബൈബിൾ ക്ലാസ്സിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണിത്. എന്താണ് ഈ വാക്യത്തിൽ ഇങ്ങനെ പറയാൻ കാരണം? ഞാനതിനെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്, ആ ചോദ്യം വന്നതും. അതുകൊണ്ട് തന്നെ ഒരു വൈഡർ ഓഡിയൻസിന് അത് കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു 10-50 പേരുണ്ട്. അവർ മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ, അത് കേട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതൊരു നല്ല കാര്യമാണല്ലോ, ഇതൊരു വൈഡർ ഓഡിയൻസ് അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചപ്പോൾ വൈ നോട്ട് അതെന്തുകൊണ്ടൊരു മെസ്സേജായിട്ട്, സൺഡേയിലെ മെസ്സേജായിട്ട് പറഞ്ഞുകൂടാ എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ വിഷയം സംസാരിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിച്ചത്. ഇവിടെ 2 കാര്യങ്ങളെ വ്യക്തമാക്കി തരണം. ഒന്ന്, പ്രാരംഭമായിട്ട് വായിച്ച 7ാമത്തെ വാക്യം: നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നീ നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി എന്നുള്ള വിഷയം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സകലതും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഈ 2 വാക്യങ്ങളെക്കുറിച്ചും അല്പമായിട്ട് ഒരു ദീർഘമായിട്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. 35 മിനിറ്റ് കൊണ്ട് ഈ 2 വാക്യങ്ങളും പറഞ്ഞു തീരണം. അതുകൊണ്ട് ഞാനൊരു അല്പം ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നത്. അതിൽ നിന്നും
നമുക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരിശുദ്ധാത്മാവിനാൽ അത് ഗ്രഹിപ്പിച്ചു തരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഈ സമകാലിക സംഭവങ്ങൾ നടക്കുന്ന ഈ ഒരു കാലത്ത് നമുക്കറിയാം, എന്താ പറയുന്നത്, ക്ഷാമം, ഭൂകമ്പം, മഹാമാരികൾ, യുദ്ധം, ജാതിയോട്, രാജ്യത്തോടൊക്കെ എതിർത്ത് ഈ ഭൂകമ്പം എന്നൊക്കെ പറയുമ്പോൾ വയനാട്ടിൽ നടന്ന ആ ഉരുൾപൊട്ടൽ എത്ര ദാരുണമായ സംഭവമാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഡെവലപ്പായിരിക്കുന്ന ഇപ്പോഴത്തെ അതിഭയാനകമായ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഉക്രൈനിൽ നടക്കുന്ന ആ യുദ്ധം, റഷ്യയുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. UK നോക്കിക്കഴിഞ്ഞാൽ അവിടെ വംശീയ കലാപങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. US നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷനോട് ബന്ധപ്പെട്ട ആ നടക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും, ഇന്ത്യയിലെ ചൈനയിലും ഒക്കെ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേന് പൊതുവെ ഒരു ക്രിസ്തീയ വിശ്വാസമുള്ളവരൊക്കെ പലരും പറയാറുള്ളൊരു കാര്യമാണ്, ദൈവകോപം ലോകത്തിൻ്റെ മേൽ വന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ കോപം ലോകത്തിൻ്റെ മേൽ അയച്ചിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ കോപമാണെന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അതാണ് ആ രണ്ടാമത്തെ വിഷയത്തിൽ കൂടി എനിക്ക് നിങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഇത് ദൈവകോപമല്ല, വിശേഷാൽ ഇത് ദൈവത്തിൻ്റെ കരുണാ കാലഘട്ടമാണ്. ഇത് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ഏജ് ഓഫ് ഗ്രേസ്. കർത്താവിന് കൃപ തോന്നി, കരുണ തോന്നി, ഈ ലോകത്തോട് ദൈവം കരുണ കാണിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ടൈം പീരീഡാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ജനം ഇതിനെ ദൈവകോപമാണ് ലോകത്തിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്? ഈ വിഷയം സകലതും ദൈവത്തിൻ്റെ അധികാരത്തിലായിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ അവന് സകലതും കീഴ്പ്പെട്ടതായിരിക്കുന്നതായി കാണുന്നില്ല എന്ന് പറയുന്ന 8-ാം വാക്യം, ഒന്നിനെയും കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഈ വിഷയമാണ് നാം അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ അത് പറയുന്നതിന് മുൻപായിട്ട് ആ പ്രാരംഭമായിട്ട് ചിന്തിച്ച വിഷയം, ദൈവം അവനെ സകലത്തിനും അധികാരിയാക്കി, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു എന്നുള്ള ഭാഗത്തെ ഒന്ന് ടച്ച് ബേസ് ചെയ്തിട്ട് ആ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സങ്കീർത്തനം 8-ാം അധ്യായം, 8-ാമത്തെ സങ്കീർത്തനം, 8-ാം അധ്യായമല്ല 8-ാമത്തെ സങ്കീർത്തനം, അതിന് 4, 5, 6 വാക്യങ്ങളിൽ പറയുന്ന ഒരു ഉദ്ധരണിയാണ് എബ്രായ ലേഖന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്ന ആ ഒരു ഭാഗം. എന്താണ് ഈ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി? കർത്താവായ യേശു ക്രിസ്തുവിനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. മനുഷ്യൻ ആ ഒരു ലെവലിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം മനുഷ്യനെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുക. ഈ ലോകത്തിലുള്ള യാതൊരു കാര്യങ്ങൾക്കും നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടോ നമ്മളെ വീണ്ടെടുക്കുവാനോ കഴിയത്തില്ല. ഈ യൂണിവേഴ്സ് മുഴുവനും കൂടെ നമ്മുടെ പാപത്തിന് എതിർത്തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ പാപത്തിന് പരിഹാരമാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈ മുഴുവൻ ലോകത്തെക്കാളും വിലപ്പെട്ടതാണ്. നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് ഒരു തട്ടിൽ നമ്മുടെ പാപവും, മറ്റേ തട്ടിൽ ഈ അഖിലാണ്ട മുഴുവനും, ആകാശവും ഭൂമിയും സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മുഴുവനും കൂടെ വെച്ചെന്ന് പറഞ്ഞാലും അതിന് തുല്യമാകത്തില്ല, അതിന് പരിഹാരമാകത്തില്ല. പിന്നെ എങ്ങനെ മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയും? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം, ആ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച്, ഈ പാപമില്ലാത്ത മനുഷ്യനായിട്ട് ദൈവം അവതരിച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി നമ്മുടെ പാപം അവൻ്റെ തോളിലേറ്റി നമുക്ക് പകരമായിട്ട് അവൻ കാൽവറിയിൽ യാഗമായി തീരണം. ആ യാഗമരണത്തിലൂടെ കർത്താവിൻ്റെ ആ തങ്ക രക്തം അതിന് മറുവിലയായി, റാൻസം പേയ്മെൻ്റായി കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങണം. എന്നാലേ നമ്മുടെ പാപത്തിന് പരിഹാരമാകത്തുള്ളൂ. ഈ സൂര്യനെ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല നമ്മുടെ പാപം. അതിന് ആകെപ്പാടെ ഒരേ ഒരു വഴി, പാപമില്ലാത്ത അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ വരണം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതിയായിട്ട്, പുരുഷൻ്റെ സന്തതിയല്ല, സ്ത്രീയുടെ സന്തതിയായിട്ട് ഈ ലോകത്തിൽ അവതരിക്കണം. പരിശുദ്ധ ആത്മാവിനാൽ ആ ദൈവം ആ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിൽ വന്നിരിക്കുക. ആ ദൈവം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിൽ മറുവില യാഗമായിരിക്കുക. ആ തങ്ക രക്തം മറുവില കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക.
ഹല്ലേലൂയ. അവൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനമുണ്ട്, പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ലോകത്തിൽ ഇറങ്ങി വരണം. കർത്താവ് ഒരു അമാനുഷിക ശക്തിയായിട്ട് നമുക്ക് മേലെയുള്ള ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ പാപത്തിന് പരിഹാരം ലഭിക്കത്തില്ല. മനുഷ്യനായിട്ട് ഇറങ്ങി വരണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനായിട്ട് വരണം. അതിന് മേലത്തെ ലെവല്, അതായത് ദൂതന്മാരുടെ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ മരിക്കാൻ കഴിയത്തില്ല. ദൂതന്മാർക്ക് മരണമില്ല എന്നുള്ളത് ഇതിനോടകം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൂതഗണങ്ങൾക്ക് അവർ നിത്യമാണ്. അവർക്ക് മരണമില്ല, ജനനമില്ല, പ്രത്യുൽപാദനമില്ല. അതായത് ഒരു 10,000 കോടി ദൂതന്മാരെയാണ് ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന, ആ സ്വർഗം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ദിവസം സൃഷ്ടിച്ചതെങ്കിൽ അന്നും 10,000 കോടിയുണ്ട്, ഇന്നും 10,000 കോടിയുണ്ട്, ഇനി എന്നും 10,000 കോടി ഉണ്ടായിരിക്കും. അതിൽ ഒന്നുപോലും കൂടത്തുമില്ല, ഒന്നുപോലും കുറയത്തുമില്ല. കാര്യം അവർക്ക് പ്രത്യുൽപാദന ശേഷിയില്ല, അവർക്ക് മരണമില്ല, ജനനമില്ല. അവർ ദൈവദൂതന്മാർ, അവർക്ക് സ്വർഗത്തിൽ അവർ നിത്യം വസിക്കുക. ഇപ്പോൾ സ്വർഗത്തിലാണ്, പക്ഷെ അവരെ നിത്യം നരകത്തിലേക്ക് ദൈവം കളയും. പക്ഷേ അവർക്ക് മരണമില്ല, അവർ നിത്യതയിൽ ആയിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവരെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല. ഈ സാത്താൻ ഇങ്ങനൊരു പാപം ചെയ്തപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അവനെ വീണ്ടെടുക്കാമായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ വിശാലമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ പറയാം ദൈവത്തിന് വേണമെങ്കിൽ ഈ സാത്താനെ വീണ്ടെടുക്കാമായിരുന്നല്ലോ എന്ന്. സാത്താനെ ദൈവം വിചാരിച്ചാൽ പോലും വീണ്ടെടുക്കാൻ കഴിയത്തില്ല. കാര്യം അവൻ പാപം ചെയ്ത് അവൻ നിത്യ നരകാഗ്നിക്ക് യോഗ്യനായിരിക്കുക. അവന് നിത്യമാണ്, അവനെ പകരം വെക്കാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം വന്ന് നമുക്ക് വേണ്ടി മറുവില യാഗമായി അതിനൊരു മറുവില കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് വിലയ്ക്ക് വാങ്ങുവാൻ കഴിയും. സാത്താനെ അങ്ങനെ വാങ്ങുവാനായിട്ട് കഴിയത്തില്ല. ഒരിക്കലും സാത്താനെ വീണ്ടെടുക്കുന്ന ഒരു പദ്ധതി ദൈവത്തിനില്ല എന്നുള്ളതൊരു ഒരു ഫാക്റ്റാണ്. അപ്പോൾ തന്നെ അങ്ങനെ ദൈവത്തിന് പോലും കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളെ തന്നെ ഏദൻ തോട്ടത്തിൽ നിന്നും വെളിയിലാക്കിയത്. കാര്യം നമ്മൾ അവിടെ നിന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നിത്യജീവൻ്റെ ഫലം കൂടെ, ആ നിത്യജീവനെ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ നമ്മൾ പറിച്ച് തിന്നിരുന്നുവെങ്കിൽ നമ്മൾ നിത്യം പാപിയായിട്ട് അവിടെ നിന്നതിനെ ദൈവത്തിന് പോലും പിന്നെ നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലമാണ് മനുഷ്യൻ കഴിച്ച് പാപം ചെയ്തത് പോയത്. ആ തോട്ടത്തിൽ തന്നെ ഒരു ജീവൻ്റെ വൃക്ഷം എന്ന് പറയുന്നൊരു വൃക്ഷം കൂടെ നിപ്പുണ്ട്. അതിനുശേഷം ആ വൃക്ഷത്തിൻ്റെ ഫലം കൂടെ കഴിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യം അവിടെ ജീവിക്കും. എങ്ങനെ? പാപിയായിട്ട് നിത്യം ജീവിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പോലും നമ്മളെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളെ കൈക്ക് പിടിച്ച തോട്ടത്തിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറാതിരിക്കാൻ അവിടെ കെരൂബുകളെ കാവൽ നിർത്തുന്നത്. നമുക്ക് പകരമായിട്ട് കർത്താവ് ഈ ലോകത്തിൽ വന്ന് മനുഷ്യനായിട്ട് മരിക്കുക, ആ മറുവില യാഗമായി തീരുക, അതിലൂടെ നമ്മളെ വീണ്ടെടുക്കുക. അങ്ങനെ കർത്താവ് മനുഷ്യനായിട്ട് ലോകത്തിൽ വരണം. അങ്ങനെ മരിക്കണമെന്നുണ്ടെങ്കിൽ ദൂതന്മാരെ പോലെ നിന്നാൽ കഴിയത്തില്ല. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്. എബ്രായ ലേഖൻ പറയുന്നത് ഇതാണ് 7-ാമത്തെ വാക്യത്തിൽ, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. ദൂതന്മാരുടെ ലെവലിൽ നിന്നും അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കർത്താവ് താണിറങ്ങി വന്നിരിക്കുക. നമ്മളിൽ ഒരാളെ പോലെ വന്നിരിക്കുക. യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ നമ്മളോടൊപ്പം ജീവിച്ച് നടന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. കർത്താവിനെ സകലത്തിനും അധിപതിയാക്കിയിരിക്കുക. അടുത്ത വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവനെ സകലത്തിനും അധിപതിയാക്കി, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി എന്നൊക്കെ കാണാം. കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ, അവൻ സകലത്തിനും അധിപതി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കാം, ഈ ലോകത്തിൽ എന്തുമാത്രം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. എത്രയോ പേര് മരിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, സ്ത്രീകൾ മരിക്കുന്നു, പ്രായമുള്ളവരൊക്കെ കൊലപാതകങ്ങൾ, ഇതുപോലെ ഭയങ്കര യുദ്ധങ്ങൾ, പ്രയാസങ്ങൾ, ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നു. ദൈവം ഇത്ര കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ, കരുണ കാണിക്കാത്ത രീതിയിൽ ജനം ഇങ്ങനെ ചത്തൊടുങ്ങുന്നല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇവിടെ ദൈവത്തിന് സകലത്തിനും അധികാരിയായിരിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ലോകത്തിൻ്റെ അധികാരം ആയിരിക്കുന്നത് സാത്താൻ്റെ കയ്യിലാണ്. ഞാൻ അതിനൊരു അല്പം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം
28-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. കർത്താവ് ചെന്ന് ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം ആ ഒരു ഗ്രേറ്റ് കമ്മീഷനൊക്കെ കൊടുക്കാൻ പോവുക. അതുകൊണ്ട് പുറപ്പെട്ട പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാക്യത്തിൻ്റെ തൊട്ട് മുൻപുള്ള വാക്യമാണ് 18-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുക. എന്താ കർത്താവ് പറയുന്നതെന്നറിയാമോ? സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ്. ഇതിൻ്റെ ആർക്കിടെക്റ്റ് കർത്താവാണ്. കൊലോസി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അവിടെ പറയുന്നത്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരവും അവനായും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ മുഴുവനും ആർക്കിടെക്റ്റും അധികാരിയും കർത്താവാണ്. കർത്താവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായി അഖിലാണ്ടം മുഴുവനും കർത്താവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് കേട്ടോ, ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ എന്താണെന്നുള്ളത്? യേശു ക്രിസ്തു കർത്താവ് പറയുകയാണ്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എപ്പോഴും ഈ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പറയുക. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനെ മുഴുവനും സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. പക്ഷെ നാം പാപം ചെയ്തിട്ട് നമുക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരുന്ന ഈ സ്വർഗവും ഭൂമിയും മുഴുവനും നാം സാത്താനെ ഏൽപ്പിച്ചു. ഇന്ന് സാത്താൻ അതിൻ്റെ അധിപതിയായിരിക്കുക. അവൻ കർത്താവ് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലോകവും അതിൻ്റെ മഹിമയും ഒക്കെ കർത്താവിനെ കാണിച്ചിട്ട് പറയുക, ഇത് മുഴുവനും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് നൽകിപ്പെട്ടിരിക്കുന്നു. സാത്താൻ പറയുക ദൈവത്തിനോട്, എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് നിനക്ക് തരാം. കർത്താവായ യേശു ക്രിസ്തുവിനോട് സാത്താൻ ചെയ്യുന്ന ഒരു ഡയലോഗ്, ഒരു സംഭാഷണമാണ്. അവിടെ പറയുക, ഇതിൻ്റെ മഹത്വം മുഴുവൻ കാണിച്ചിട്ട് ഇത് മുഴുവൻ എൻ്റേതാ, എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നൊരു ഭാഗം. ഇതാരാ സാത്താൻ്റെ കയ്യിൽ കൊടുത്തത്? അവൻ നമുക്ക് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ച് ഇത് വാഴുവാനായിട്ട് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത്. ഇത് സകലതും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. 1, 2, 3, 4, 5, 6-ാമത്തെ ദിവസത്തെ സൃഷ്ടിയിൽ വരാൻ പോകുന്ന മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ 5 ദിവസങ്ങളിലെയും സൃഷ്ടി. ആകാശവും ഭൂമിയും കാണുന്ന സകല ചരാചരങ്ങളും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ നാം പാപം ചെയ്ത് നാം ചതിക്കപ്പെട്ട് വഞ്ചിതരായി സാത്താൻ്റെ അധീനതയിലായിപ്പോയിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനാണ്, അവൻ്റെ കയ്യിലായിരിക്കുക. അതുകൊണ്ട് അവന് ഒരു റാൻസമായിട്ട് അവൻ ചെയ്ത, അതായത് മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായിട്ട് വന്ന പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുക. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുകയാണ്, ഇത് മുഴുവനും സാത്താൻ്റെ അധീനതയിലായിരുന്നെങ്കിലും അതിനെ മുഴുവനും തിരിച്ചു പിടിച്ചിരിക്കുക, അതിനെ മുഴുവനും തിരിച്ചു വാങ്ങിയിരിക്കുക. ഈ സ്വർഗവും ഭൂമിയും ഒക്കെ സാത്താൻ്റെ അധീനതയിലായിരുന്നുവെങ്കിലും അതിനെ മുഴുവനും തിരിച്ചു വാങ്ങിയിരിക്കുക. മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, യേശു അടുത്ത് ചെന്ന് അവരോട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തിരിച്ച് കർത്താവ് അതിനെ, ആ സകല അധികാരവും കർത്താവിൻ്റെ കയ്യിലായിരിക്കുക. എന്നിരുന്നാലും സകലതും തിരിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിലും ഇന്നും ഈ അഖിലാണ്ടത്തിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുന്നത്, ഈ അന്ധകാരത്തിൻ്റെ, ഇതിൻ്റെ മുഴുവനും ലോകത്തിൻ്റെ അധിപതിയായിട്ട് സാത്താൻ ഇന്നും ആയിരിക്കുകയാണ്. അവൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കുക. എന്നാൽ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ അവനെ ദൈവം ഈ അധികാരത്തിൽ നിന്നും അവനെ എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അതിന് അവൻ്റെ ഒരു വിധി ന്യായം നടക്കണം. ദൈവം, കരുണാമയനായ ദൈവം ദൈവിക പദ്ധതികൾ നിറവേറുവാനായിട്ട് ഒരല്പസമയം കൂടി അവനെ അതിന് അനുവദിച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഈ അഖിലാണ്ടത്തിൻ്റെ ടൈറ്റിൽ ഡീഡ്, ഇതിൻ്റെ ആധാരം, ഈ അഖിലാണ്ടത്തിൻ്റെ, സ്വർഗത്തിൻ്റെ ഭൂമിയുടെയും ഈ അഖിലാണ്ടത്തിൻ്റെ മുഴുവനും ടൈറ്റിൽ ഡീഡ് 7 മുദ്രയാൽ അകത്തും പുറത്തും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ആ പുസ്തകം പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും പുത്രനായ ക്രിസ്തു വന്ന് വാങ്ങുന്നത് നമുക്ക് കാണാം. അന്ന് മുതൽ കർത്താവിൻ്റെ അധികാരം ആക്ച്വലി ആരംഭിക്കുക. പിതാവായ ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ ടൈറ്റിൽ ഡീഡ് ഇരിക്കുന്നത്. അത് പുത്രനായ ക്രിസ്തുവിന് കൈമാറിയിട്ടില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ആ ഒരു പുസ്തകം കർത്താവിൻ്റെ കയ്യിലേക്ക് കൈമാറി കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ മേൽ
ദൈവകോപം ചൊരിയുന്നതായിട്ടും മഹാപീഡന കാലത്തിലൂടെ ഈ ലോകം കടന്നു പോകുന്നതായിട്ടും അതിൻ്റെ അവസാനത്തിൽ എന്നേക്കുമായിട്ട് ഈ സാത്താനെ ആ അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ അഗാധ കൂപത്തിലേക്ക് തള്ളിക്കളയുന്നതായിട്ടും അവൻ്റെ അവസാനം നടക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ലോകത്തിൻ്റെ അധിപതിയായിട്ട് ഇന്നും സാത്താന് ഈ ലോകത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-22 വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. കർത്താവായ യേശു ക്രിസ്തു ഇതിൻ്റെ മുഴുവനും തലയാണ്, ഇതിൻ്റെ മുഴുവനും അധികാരിയാണ്. സകല അധികാരവും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവൻ്റെ അധികാരം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കർത്താവ് കരുണ തോന്നി സകല മാനവരാശിയുടെയും രക്ഷയ്ക്കായിട്ട് ഒരു കരുണാ കാലഘട്ടം തുറന്നിരിക്കുക. ഇതൊരു പ്രത്യേക ടൈം പീരീഡാണ്, ദൈവത്തിൻ്റെ കരുണാ കാലഘട്ടം. അവിടെ ദൈവം വന്ന് കോപം ചെയ്യത്തില്ല, ദൈവകോപം അവരുടെ മേൽ ചൊരിയുന്ന ഒരു സമയമല്ല ഇത്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കരുണാ കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ദൈവം ഇതിൻ്റെ തലയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിന്ന് നാം പരിപൂർണരായിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു ഭാഗം നമുക്ക് കാണാം. സകല വാഴ്ചയ്ക്കും അധികാരത്തിനും എല്ലാം തല ക്രിസ്തു തന്നെയാണ്. എന്നാൽ അവൻ്റെ വാഴ്ച ആരംഭിച്ചിട്ടില്ല ഇതുവരെയും. ആ ഒരു ദൈവിക വാഴ്ച സാത്താനെ തള്ളിക്കളഞ്ഞിട്ട് ആ ഒരു ദൈവിക വാഴ്ച ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അത് വരാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് അവനെ നമസ്കരിച്ചു പറഞ്ഞത്: സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ ഒരു വലിയ വാഴ്ച വരാൻ പോവുകയാണ്. നമ്മളത് കാണാൻ പോവുകയാണ്. ദൈവത്തോടൊപ്പം കൂട്ടവകാശികളായി നാം സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ആ വാഴ്ച ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇവിടെ ഇന്ന് വാണുകൊണ്ടിരിക്കുന്നത് സാത്താൻ്റെ അധീനതയിൽ തന്നെയാണ്. അവൻ കുടികിടപ്പ് അവകാശം പറഞ്ഞ് ഈ ലോകത്തിൻ്റെ അധിപതിയായിട്ട് അവൻ വാണുകൊണ്ടിരിക്കുകയാണ്. ചില വാക്യങ്ങൾ കൂടെ ഞാനത് വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഇത് വിശേഷാൽ കൃപാ കാലഘട്ടമാണ്. എഫേസ്യ ലേഖനം ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയുന്നത് കണ്ടോ: അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. അടുത്ത വാക്യം: നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഗ്രേസ് പീരീഡ് ആരംഭിച്ചിരിക്കുന്നതിനെക്കുറിച്ചും അത് പോളിന് വെളിപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പോൾ പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദൈവകൃപയുടെ വ്യവസ്ഥ ആ ഒരു കാലഘട്ടം ആരംഭിച്ചിരിക്കുകയും അതിലെന്ത് നടക്കുന്നു എന്നൊക്കെ വിവരിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഞാൻ ആ വായിച്ച് കേൾപ്പിച്ചത്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവിടെ പറയാണ്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഞാൻ ഒത്തിരി വാക്യങ്ങൾ പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വിട്ടുപോകല്ലേ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു കരുണാ കാലഘട്ടമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ദൈവകോപം ദൈവം ചൊരിയത്തില്ല. ഇവിടെ ആ കോപം ചൊരിയുന്നതും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാത്തിനും ഉത്തരവാദി സാത്താൻ തന്നെയാണ്. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരെ ദൈവം പരിപാലിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു കരുണാ കാലഘട്ടമാണ്. എന്നാൽ ഇവിടെ പാരലായിട്ട് സാത്താൻ്റെ വാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾ മറന്നു പോകല്ല. ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം തന്നെ അവിടെ തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇന്ന് പിതാവായ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷ കാലഘട്ടമായത്.
ഇത് മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ്റെ ടൈമാണ്. ഇവിടെ ദൈവത്തിൻ്റെ കോപം ചൊരിയുന്ന ടൈം അല്ല ഇത്. ഇത് ഏജ് ഓഫ് ഗ്രേസ് ആണ്, കൃപാ കാലഘട്ടമാണ്. മനുഷ്യൻ്റെ പാപങ്ങളെ ലോകത്തോട് കണക്കിടാതെ ലോകത്തെ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്ന ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ കാലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകോപം അവൻ നമ്മുടെ മേൽ ചൊരിയത്തില്ല. സകലതും അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. അവൻ സകലത്തിനും തലയായിരിക്കുന്നുവെങ്കിലും അവൻ്റെ വാഴ്ച ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കരുണാമയനായ ദൈവം ആ സാത്താനെ ഇമ്മീഡിയറ്റ്ലി പിടിച്ച് നിത്യ നരകാഗ്നിയിൽ തള്ളിക്കളഞ്ഞിട്ടില്ല. കാര്യം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അടുത്ത് നടക്കേണ്ടുന്നത് ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് എന്ന് പറയുന്ന ഒരു ടൈം പീരീഡാണ്. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും. ദൈവം സാത്താനെ എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ നിന്ന് വെട്ടിക്കളയുന്നതായിട്ട് കാണാം. അവൻ്റെ സ്ഥലം പിന്നെ സ്വർഗത്തിൽ കാണത്തില്ല. ആ സ്വർഗത്തിൽ അവനുണ്ടായിരുന്നു അവനെ അവിടെ നിന്നും വെട്ടിക്കളയുകയും അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നത് കാണാം. അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 അവൻ്റെ വാലുകൊണ്ട് ചുരുട്ടി എറിഞ്ഞുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ആകാശത്തിലെ ദൂതന്മാരിൽ 1/3 അവൻ്റെ കൂടെയുള്ളവരാ, സാത്താന്യ ദൂതന്മാരാ. അവരെ വെട്ടി ഭൂമിയിലേക്ക് ഇട്ടിരിക്കുക. ഇവൻ ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് വെളിപ്പാടിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ഭൂമിയിലേക്ക് വരികയും ഭയങ്കര കലക്കം ഭൂമിയിൽ ഉണ്ടാക്കുകയും ചെയ്യും. കാര്യം ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതിയാണ് അവൻ. ഈ കാലത്ത് നമ്മൾ കാണുന്ന ഈ സംഭവങ്ങൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യകാലമായിട്ട് ദൈവത്തിൻ്റെ കോപം ലോകത്തിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, സാത്താൻ്റെ ഓരോ ചെയ്തികളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ കരുണ കാലഘട്ടമായത്. ക്രിസ്ത്യാനികളായ നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ, കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന കരുതലും പ്രൊട്ടക്ഷനും ദൈവം തരും. ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കും. ഈ സത്യം ജനം മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ആ വാഴ്ച ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിന് മുമ്പുള്ള ആ കൃപാ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറുകയാണ്. ഇവിടെ സാത്താനെ നിത്യ നരകാഗ്നിയിൽ ഇതുവരെയും തള്ളിക്കിട്ടിട്ടില്ല. അവൻ ഇന്നും അധികാരവും പദവികളുമൊക്കെ ഉണ്ട്. അവനെ നമ്മൾ തീരെ നിസ്സാരമായിട്ട് കാണല്ല. അവന് ഗബ്രിയേലിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നവനാണ്. ദൈവദൂതന്മാരിൽ ഏറ്റവും പ്രധാനികളിൽ ഒന്നായി ഗബ്രിയേൽ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാന ദൂതനാണ് മിഖായേൽ എന്ന് പറയുന്നത്. മിഖായേലിനെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുന്നവനവന്. അതുകൊണ്ട് അവനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൽ, അവനെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനാണെന്ന് നിങ്ങൾ വിചാരിക്കല്ല. അവന് ഇന്നും ഈ ലോകത്തിൻ്റെ അധിപതിയാണ്. ഞാൻ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം. ഇവിടെ പറയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിപ്പീൻ. എന്തിനാ നമ്മൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട്. ഇത് കൃപാ കാലഘട്ടമാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സാത്താനെ എന്നും അങ്ങ് വെട്ടിക്കളഞ്ഞിരിക്കുക, അവന് യാതൊരു അധികാരവും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബൈബിളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ? മനസ്സിലായോ? ആ ശക്തി ഇല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന് അടുത്ത വാക്യത്തിൽ പറഞ്ഞ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നത് പോലെ വേണം നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ. കാര്യം ഇതിൻ്റെ അധികാരി അവൻ ഏത് സമയവും നിങ്ങളെ തെറ്റിച്ച് കളയുവാനും നിങ്ങളെ തന്ത്രങ്ങളിൽ അകപ്പെടുത്തുവാനും കഴിയും. അടുത്ത വാക്യം കണ്ടില്ല, അവിടെ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതായത് ഈ മാനുഷികമായ ആൾക്കാരോടോ നമ്മളുമായിട്ട് പ്രശ്നത്തിന് വരുന്ന അവരുമായിട്ടും അല്ല നമുക്ക് ഡയറക്റ്റ് പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. മനസ്സിലാകുന്നുണ്ടോ? ബൈബിളിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ ഈ കൃപാ കാലഘട്ടത്തിൽ നമ്മളോട് പറയുകയാണ്, നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി അത് സാത്താനാ, അവൻ ഇവിടെ ഉണ്ട്. ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന അവനുമായിട്ട് നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ സർവായുധ വർഗം ധരിച്ച് നിൽക്കണം. ശരിക്കും ഒരു പട്ടാളക്കാരൻ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കണം. നമ്മൾ സകലത്തിലും വർജനം ആചരിച്ച് കർത്താവിന് കൊള്ളാവുന്നവരായി ശരിക്കും ഒരു പടയാളി നിൽക്കുന്നത് പോലെ വേണം ഇവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ സാത്താൻ എന്നും നമുക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. ചില വാക്യങ്ങൾ കൂടി ഞാനൊന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കുക, അതിൽ നിങ്ങളൊന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം.
കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം. അവിടെ പറയുകയാണ്, ദൈവ പ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ആരാ ഈ ലോകത്തിൻ്റെ ദൈവം? യേശു ക്രിസ്തു കാൽവറിയിലൂടെ നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ആ മറുവിലയാഗമായി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആ സത്യസുവിശേഷം, ആ ഗ്ലോറിയസ് ഗോസ്പൽ, അത് നമുക്ക് മനസ്സിലാകാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം നമ്മുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നുവെന്ന്. ആരാ ഈ ലോകത്തിൻ്റെ ദൈവം? അത് സാത്താനും അവൻ്റെ ദൂതന്മാരുമാണ്. 3-ാമത്തെ വാക്യം പറയുന്നുണ്ടല്ലോ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. ഇത്ര ഒരു സിമ്പിൾ സുവിശേഷത്തിൽ കൂടി നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം ഞങ്ങൾ പറയുമ്പോൾ അത് ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത്. അതൊരു എലിമെൻ്ററി ലെവൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത് ഇനിയും മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് നശിച്ചു പോകുവാനായിട്ടുള്ളവന് വേണ്ടിയിട്ടാണ് അത് മറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ദൈവം അവൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കാര്യം നിങ്ങൾ ഇതിലായിരുന്നത്. 2-ാം വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് സാത്താൻ്റെ ആത്മാവാണ്. ഈ ലോകം അവൻ്റെ അധീനതയിൽ കിടക്കുക. കർത്താവിനെ അവൻ കാണിച്ചിട്ട് പറഞ്ഞ, ഇത് മുഴുവനും എൻ്റേതാ, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാനിത് നിനക്ക് തരാമെന്ന്. ഇതേ കാര്യം തന്നെയാണ് അവൻ നമ്മളോട് എല്ലാവരോടും പറയുന്നത്. അവൻ്റെ വരുതിക്കൊന്ന് നിന്ന് കഴിഞ്ഞാൽ, അവനെ നമസ്കരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവനിത് നമുക്ക് തരാമെന്ന് പറയുകയും നമുക്കെല്ലാം തരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ വീണ് അവനെ നമസ്കരിച്ച് സകല മഹത്വവും അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ ലോകത്തിലെ സകല മഹത്വവും ഒന്നല്ലെങ്കിൽ വേറൊരു നിലയിൽ നാം ക്രിസ്ത്യാനികൾ മുഴുവനും അവനാ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. സോറി, ഞാൻ ഈ ബ്ലണ്ടായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ഇതല്ലാതെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മുടെ ആരാധനയിൽ കൂടെ എല്ലാം മഹത്വം അൾട്ടിമേറ്റ്ലി ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് അവനാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കൃപാ കാലഘട്ടമാണ്. കർത്താവ് നമ്മളെ കാൽവറിയിലെ രക്തത്തിൽ കൂടെ വീണ്ടെടുത്തിരിക്കുക. അത് മനസ്സിലാകാതെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോയി നമ്മുടെ ആരാധനയും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ കൂടിയും മഹത്വം എത്തിച്ചേരുന്നത് സാത്താനാണ്. സാത്താൻ ഈ ലോകത്തിൻ്റെ അധിപതി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ എക്കാലത്തും ദൈവജനത്തിനും ദൈവസഭയ്ക്കും എതിരായിരിക്കും. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അവൻ ഒരിക്കലും സഹിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, അവൻ പറയുന്നത് ഹാഡ് ദൈ നോൺ ഇറ്റ് ദൈ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി എന്ന്. അതായത് കർത്താവിനെ ക്രൂശ് മരണത്തിലൂടെ ഇതൊരു വലിയ സ്വർഗത്തെയും ഭൂമിയെയും വീണ്ടെടുക്കുന്ന, അല്ലെങ്കിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ പദ്ധതി ലഭിക്കുന്ന, ക്രൂശിലെ വിശ്വാസത്താൽ എല്ലാവർക്കും രക്ഷ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് തുറക്കാൻ പോകുന്നതെന്ന് സാത്താൻ ഒരു ശകലമെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്തെങ്കിലും ഒരു ഹിന്റെങ്കിലും അതിനെക്കുറിച്ച് കിട്ടിയിരുന്നെങ്കിൽ അവൻ കർത്താവിൻ്റെ ക്രൂശിനെ അനുവദിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇപ്പോഴാണ് അവനിത് അറിയുന്നത്, ഇതിൽ കൂടെ നടന്നിരിക്കുന്ന സംഭവം എന്താണെന്നുള്ളത്. ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവം സ്വർഗത്തിൽ നിർണയിച്ചിരുന്ന അനാദി നിർണയം എന്തായിരുന്നുവെന്ന് സഭ മുഖാന്തരം അവൻ അറിയായി വരിക. സഭയെ കാണുമ്പോഴാണ് അവൻ ഈ കാര്യം മനസ്സിലാകുന്നത്. ക്രൂശിൽ കൂടി നിറവേറിയിരിക്കുന്ന ഒരു വലിയ സംഗതി. അതുകൊണ്ട് അവൻ ക്രൂശിനെതിരായിട്ടും ക്രൂശിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിനെതിരായിട്ടും പോരാടിക്കൊണ്ടേയിരിക്കും. നമുക്കെതിരായിട്ട് സാത്താൻ്റെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നാം സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിപ്പീൻ. മനസ്സിലായോ? നാം ദൈവത്തിൽ ആശ്രയിച്ചും വളരെ കൃപയിലും ജീവിക്കണം. അപ്പോൾ തന്നെ നമ്മൾ അറിയാത്ത ഒരു കാര്യമുണ്ട്, നമ്മളത് അറിയണമെന്ന് പോൾ നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ ഒത്തിരി റെഫറൻസ് പറയുന്നുണ്ട്, നിങ്ങളത് വീണ്ടും തുടർന്ന് കേട്ടിട്ട് അതിനെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്. കാര്യം നമ്മൾ ആ എബ്രായ ലേഖനത്തിൽ വായിച്ച ആ ഒരു ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. ഇവിടെ ആ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അതായത്
വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞു വന്നതിന് ശേഷം പോൾ പറയാണ്, വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാം ആ വിശ്വാസികളാണ്. ആ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ ഒരു ഭയങ്കര ശക്തിയാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ശക്തി നമ്മളൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതൊന്നും ചപ്പും ചവറുമെന്ന് എണ്ണും. കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന വലിയ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സാത്താൻ്റെ യാതൊരു സംഗതികളും നമ്മളോട് ഫലിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ തേജസ്സിനാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ കവർ ചെയ്യുന്ന ഒരു ദൈവിക ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പോൾ പറയുക. ആ ശക്തിയാലാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത്. നമുക്കെതിരായിട്ട് സാത്താൻ പോരാടാഞ്ഞിട്ടല്ല, എനിക്കെതിരായിട്ട് സാത്താൻ പോരാടാഞ്ഞിട്ടല്ല ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിച്ചിരിക്കുക. കർത്താവ് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എൻ്റെ മേൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതെ ഞാനിങ്ങനെ ഭദ്രമായിട്ട് നടക്കുമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ദൈവം അറിയാതെ ഒന്നും വരുന്നില്ല. പല കാര്യങ്ങളും ദൈവം അതിനെ അനുവദിക്കും. ബാലശിക്ഷയ്ക്കൊക്കെ എന്നെ ഇടയാക്കും. എന്നെ നേരെയാക്കാനായിട്ട് പല കാര്യങ്ങളും ദൈവം അനുവദിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ എല്ലാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി ലോകത്തിൽ വന്നത് എന്തിനാണ്? എങ്ങനെ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു? നമ്മളെ വീണ്ടെടുത്ത് സകലതും കർത്താവ് തിരിച്ചു വാങ്ങിയിരിക്കുക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവിൻ്റെ കയ്യിൽ തിരിച്ചു വാങ്ങപ്പെട്ടിരിക്കുക. പക്ഷേ എന്നിരുന്നാലും ഇന്ന് അവന് സകലതും കീഴ്പ്പെട്ടിരിക്കുന്നില്ല. എന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കൃപാ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമുക്ക് വേണ്ടി ഈ ഒരു ടൈം പീരീഡ് ഓപ്പൺ ആക്കിയിരിക്കുക. മനസ്സിലായോ? ഇതിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കുവാനായിട്ടൊരു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ഓപ്പൺ ആക്കിയിരിക്കുക. ഇവിടെ മേളിൽ നിന്ന് ബോംബ് ഇട്ടുകൊണ്ടിരിക്കത്തില്ല. ഇത് കരുണാ കാലഘട്ടമാണ്. ഹല്ലേലൂയ. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ സാത്താൻ നമുക്കെതിരായിട്ട് ആ പോരാടുന്ന കാര്യങ്ങളെ തിരുവചനത്തിൽ കൂടി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അമിത ബലത്തിലും അമിത കൃപയിലും നമ്മൾ ആശ്രയിക്കുക. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ, പോരാടുവാൻ നാം സന്നദ്ധരായി നിൽക്കുകയാണ് വേണ്ടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം ഒരു പ്രത്യേക പ്രിവിലേജ്ഡ് ഗ്രൂപ്പായിട്ടല്ല നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഈ രക്ഷ ഇന്ന് സ്വായത്തമാക്കുവാനായിട്ട് കഴിയും. ഏത് പാപിയായിരുന്നാലും നിങ്ങളുടെ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാനായിട്ട് കഴിയും. ജാതി മത ഭേദമന്യേ, വർണ്ണവർഗ ഭേദമന്യേ സകല മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് കർത്താവ് കാൽവറിയിൽ യാഗമായിരിക്കുക. അതിലെ വിശ്വാസത്താൽ നമുക്ക് എല്ലാവർക്കും രക്ഷിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ നാം ഇവിടുന്ന് ചേർക്കപ്പെടും. നാം ചേർക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിലൊരു വലിയ യുദ്ധം ഉണ്ടാകുന്നതായിട്ടും, മിഖായേൽ അവിടെ നിന്നും സാത്താനെയും അവൻ്റെ കൂട്ടത്തെയും വെട്ടിക്കളയുന്നതായിട്ടും ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സമയത്തിന് ശേഷം ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ കോപം ചൊരിയുവാനായിട്ട് ഇടയാകും. അത് നിങ്ങൾ ഈ കാണുന്നത് മാതിരിയുള്ള ചെറിയ പടക്കങ്ങളോ പൊട്ടീരുകളോ ചെറിയ ഭൂകമ്പങ്ങളോ ഉരുൾപൊട്ടലോ ഒന്നുമല്ല. അത് അതിഭയാനകമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഉലകം ആരംഭിച്ചതിന് ശേഷം അങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടായിട്ടേ ഇല്ല. അത് യാക്കോബിൻ്റെ കഷ്ടമെന്ന് പറയുന്നത് മഹാ കഷ്ടകാലമാണ്. അതിലിവിടെ നിൽക്കുന്നതിനിടയായി തീരാതെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ചേർക്കപ്പെടുവാൻ ദൈവം ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനും ഈ സത്യത്തെ മറ്റുള്ളവരോട് അറിയിക്കുവാനും ഒക്കെ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പോരാടുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുകയാണ്. തിരുവചനത്തിൽ ഇങ്ങനെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്: അപ്പോൾ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്ക് നാം പോവുകയാണ്. ദൈവസഭ ഇവിടുന്ന് ചേർക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ
ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. കർത്താവായ രാജാവായ സകലത്തെയും വാഴുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. അന്ന് നാം യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി സ്വർഗത്തിൽ വാഴുവാനായിട്ട് പോവുകയാണ്. അനുഗ്രഹീതമായ അനുഭവത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ഈ സത്യം മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: നീ അവനെ ദൂതന്മാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. കർത്താവ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായി ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി. പാപികളായിരുന്നു നമ്മെ വീണ്ടെടുക്കുവാൻ. പാപത്തിൻ്റെ ശമ്പളം മരണം. ആ മരണത്തിന് അധീനരായിരുന്നു നമ്മളെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ. മക്കൾ ജഡരക്തങ്ങളുള്ളവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അങ്ങനെ നമുക്ക് ആ മരണത്തിൽ നിന്നും ആ ഒരു വലിയ വീണ്ടെടുപ്പ്, നിത്യജീവൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക. എന്നാൽ അവൻ്റെ ആധിപത്യം ഇന്നും ആരംഭിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു കരുണാ കാലഘട്ടമാണ്. ദൈവം സകല മനുഷ്യരും രക്ഷപ്പെടേണ്ടതിന് ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് എന്ന് പറയുന്നൊരു കാലഘട്ടം ആരംഭിച്ചിരിക്കുക. ഇവിടെ സാത്താൻ ഈ ലോകത്തിൻ്റെ അധിപതിയായി വാണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ നടമാടുന്ന സംഭവങ്ങളെല്ലാം ദൈവകോപമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാത്താൻ ഈ ലോകത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ സത്യം മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസത്തിലും സമർപ്പണത്തിലും രക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും ബുദ്ധി ഉപദേശിക്കുകയാണ്. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ ഇതിനെല്ലാം ഒരു അന്തം വരും. കർത്താവ് രാജാതിരാജാവായിട്ട് വരും. നാം ഇവിടുന്ന് ചേർക്കപ്പെടും. വാനമേഘങ്ങളിൽ നാം കർത്താവിനോടൊപ്പം ചേർക്കും. നിത്യം നാം സ്വർഗത്തിൽ വാഴും. വലിയ പ്രത്യാശയ്ക്കായിട്ട്, വലിയ അനുഗ്രഹീതമായ അനുഭവങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ച ഈ വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പകരുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. ഏറെക്കുറെയൊക്കെ അത് നിങ്ങളുടെ മനസ്സിലെത്തിക്കുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം തുടർമാനമായിട്ട് വായിച്ചായിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിച്ചായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ കൂടുതൽ ആഴമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ, നമ്മുടെ രക്ഷയും നമ്മുടെ വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് മക്കൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഞാനെന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. ലോകെ ഞാനെന്നോട്ടം തികച്ചു, സ്വർഗഗേഹേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശ്വരാജൻ സന്നിധോ. ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, ഏറെ നാളായി കാൺമാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോട
തൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ തിളങ്ങിയിടും കിരീടങ്ങളായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ കർത്തൃദിവസം ഞങ്ങൾക്ക് വിവിധ സ്ഥാനങ്ങളിൽ നിന്നും കൂടി വന്ന് അങ്ങയുടെ സന്നിധിയിൽ അല്പസമയം ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ വചനത്തെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ചെയ്ത് എടുത്ത അനുഗ്രഹീതമായ പ്രവൃത്തിയെ അനേകരോട് പ്രഘോഷിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകപ്പെട്ട ആ ആത്മശക്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, വന്ന സമയം മുതൽ ഈ സമയം വരെ അവിടുത്തെ ചെറുകടിയിൽ ഞങ്ങളെ കാത്തു. തുടർന്നുള്ള ഒരാഴ്ചക്കാലം ഞങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, വീണ്ടും ഞങ്ങൾ കൂടി വരുന്നവരെയും അവിടുത്തെ ചെറുകടിയിൽ ഞങ്ങളെ മറയ്ക്കണം. അവിടുത്തെ പൊന്നുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ഈ ഒരാഴ്ചവട്ടക്കാലം മുഴുവനും ദൈവത്തിൻ്റെ കൃപയിൽ നടക്കുവാൻ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ